ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് കപ്പലണ്ടി നുറുക്ക് ഗോതമ്പും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കൊരു അടിപൊളി ഷേക്ക് തയ്യാറാക്കി എടുക്കാം. ഷാർജ ഷേക്ക് ഇഷ്ടമില്ലാത്തവരാരും കാണില്ലല്ലോ. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം. അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക. ഞാൻ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് മൊത്തത്തിൽ 6 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ 1.5 കപ്പ് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ബാക്കി 5 കപ്പ് പിന്നെ ചേർത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താലും പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പറ്റും. വെള്ളം കൂടിയാൽ നല്ലവണ്ണം അരച്ചെടുക്കാൻ പറ്റില്ല. എത്ര അരച്ചാലും നുറുക്ക് ഗോതമ്പിൽ ചെറിയ തരികൾ പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അത് സാരമില്ല. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 6 കപ്പ് വെള്ളമാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടതെന്ന്. അപ്പം ബാക്കി ചേർക്കാനുള്ള വെള്ളവും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇത് മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നാൽ മതി. കൂടുതൽ നേരം വേവിക്കുകയൊന്നും വേണ്ട. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് അടിയിൽ പിടിക്കും. ഇതുപോലൊന്ന് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. ഇപ്പം ഇത് തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് തോല് കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയാണ്. കപ്പലണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചേർക്കുന്നത് 2 ചോക്ലേറ്റ് ആണ്. 2 or 3 ചോക്ലേറ്റ് ഒക്കെ ചേർക്കാം കേട്ടോ. ചോക്ലേറ്റ് ചേർക്കുമ്പോൾ ഷേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1 or 2 ബിസ്ക്കറ്റ് ചേർക്കാം. അപ്പം അതും ഇല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചോക്ലേറ്റ് ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ചേർക്കാൻ നോക്കുക. എന്നാലേ അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കാച്ചി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒന്നുകിൽ കപ്പലണ്ടി നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നവരെ അരച്ചെടുക്കാം. അല്ലെങ്കിൽ ചിലർക്ക് ഷേക്ക് കുടിക്കുമ്പോൾ ചെറുതായിട്ട് കപ്പലണ്ടി കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർ കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി. എനിക്ക് ഷേക്ക് കുടിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല. നമുക്ക് ബാക്കിയിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കാച്ചിയത് കൂടി അരച്ചെടുക്കാം. ഇനി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലെങ്കിൽ 1/2 മുതൽ 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താലും മതി. മധുരം നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 or 3 മണിക്കൂർ ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമോ വച്ചാൽ അപാര ടേസ്റ്റ് ആണ്. ഷാർജ ഷേക്കൊക്കെ മാറി നിൽക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.